ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരാധനയുള്ള ബന്ധത്തിൽ നമുക്ക് 116 സങ്കീർത്തനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിക്കുകയും അല്പമായിട്ട് ധ്യാനിക്കുകയും ചെയ്യാം. ദൈവം സഹായിക്കട്ടെ. 116 സങ്കീർത്തനത്തിൻ്റെ 12 വാക്യം ആദ്യമായിട്ട് ഞാൻ വായിക്കുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങളും. എന്താണ് ദൈവം ചെയ്ത സകല ഉപകാരങ്ങളും? അത് നാം നോക്കുമ്പോൾ അതിൻ്റെ 3 വാക്യത്തിൽ നാം കാണുന്നു, മരണപാശങ്ങൾ എന്നെ ചുറ്റി. ഇത് ദാവീദ് ആണ് എഴുതിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇതിൻ്റേതായിരിക്കുന്ന ഈ സങ്കീർത്തനവും 18 സങ്കീർത്തനവും നാം വായിക്കുമ്പോൾ അല്പം സാമ്യമുണ്ട്. 18 സങ്കീർത്തനം ദാവീദ് എഴുതിയതാണ്. അങ്ങനെയെങ്കിൽ അതിനോട് സാമ്യമുള്ളതായിരിക്കുന്ന ഈ 116 സങ്കീർത്തനവും ദാവീദ് എഴുതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ദാവീദ് പറയുകയാണ്, ഞാൻ ദൈവം എനിക്ക് ചെയ്തിട്ടുള്ള ഉപകാരം എന്ന് പറയുന്നത്, താൻ പറയുന്നത് മരണപാശങ്ങൾ എന്നെ ചുറ്റിയ ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ ആ മരണപാശങ്ങൾ എന്നെ ചുറ്റിയ സമയത്ത് എൻ്റെ പദവിയോ എൻ്റെ യാതൊന്നും തന്നെ അതിൽ നിന്ന് ഒരു വിടുതൽ എനിക്ക് ലഭിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. അത് സാധ്യവുമല്ലായിരുന്നു. എന്നാൽ അതിൻ്റെ 8 വാക്യത്തിൽ നാം കാണുന്നത്, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. നോക്കുക, ദാവീദ് പറയുന്നത് തൻ്റെ പൂർവ്വ അവസ്ഥ എന്തായിരുന്ന അവസ്ഥ? മരണപാശങ്ങൾ എന്നെ ചുറ്റി. മരണപാശങ്ങൾ എന്നെ ചുറ്റി. അതുമാത്രമല്ല, ഇതിൽ നിന്നും ഒരു വിടുതൽ എനിക്ക് ലഭിക്കുക എൻ്റെ പ്രയത്നത്താലോ ആരുടെയും പ്രയത്നത്താലോ അത് സാധ്യമല്ലായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് പറയുന്നത്, നീ എൻ്റെ പ്രാണനെ, ആര്? വലിയവനായിരിക്കുന്ന ദൈവം, സൃഷ്ടാവായിരിക്കുന്ന ദൈവം എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. അതുമാത്രമല്ല, അതിൻ്റെ 16 വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ബന്ധിക്കപ്പെട്ട ഒരവസ്ഥയിൽ മരണം എന്നെ ചുറ്റിയിരുന്നു, മരണപാശങ്ങൾ എന്നെ ചുറ്റിയതായിരിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് എനിക്ക് വിടുതൽ തന്നത് വലിയവനായിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ ഒരു വസ്തുത, നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നുവെന്നും എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിനായിട്ട് ദൈവം എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്? വെറും വാക്കുകൾ മാത്രമായിരുന്നുവോ? അല്ല, ദൈവം ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു. അതാണ് നമുക്ക് ഇന്ന് രാവിലെ സമയത്ത് ഓർക്കുവാൻ തക്കനുള്ളത്. നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എപ്രകാരമാണ് ആ ബന്ധനത്തെ അഴിച്ചത്? അത് മാത്രമല്ല, മരണപാശങ്ങൾ എന്നെ ചുറ്റി. ആ മരണപാശങ്ങൾ ചുറ്റിയതായിരിക്കുന്ന മരണപാശങ്ങളെ അത് എന്നിൽ നിന്ന് നീക്കി. അത് എപ്രകാരമാണ് നീക്കിയത്? നമുക്കറിയാം. 22 സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. 22 സങ്കീർത്തനത്തിൻ്റെ 12 വാക്യത്തിൽ, അനേക കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ കഷ്ടം അടുത്തിരിക്കാൻ എന്നെ വിട്ടുവന്നിരിക്കരുതേ, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. അതിൻ്റെ 13 വാക്യത്തിൽ, ബുഭിക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവർ എൻ്റെ നേരെ വായ് പുലർക്കുന്നു. അതെ, തനിക്ക് ചുറ്റിനും തൻ്റെ ശത്രുക്കൾ അത് തനിക്ക് ചുറ്റും ആയിക്കൊണ്ട് തന്നെ ആക്രമിക്കുവാൻ വരുന്നതായിരിക്കുന്ന ഒരവസ്ഥ. ഒരു സ്ഥാനത്ത് നാം ചിന്തിക്കും. 116 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, ഞാൻ മരണപാശങ്ങൾ എന്നെ ചുറ്റി, ഞാൻ ഒരു ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു, ഞാൻ മരിക്കേണ്ട അവസ്ഥയിൽ കൂടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ ആ മരണത്തിൽ നിന്ന് എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു. അങ്ങനെ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ 22 സങ്കീർത്തനം നമുക്ക് ഏവർക്കും അറിയാം. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ
ക്രൂശ്മരണത്തോടുള്ള ബന്ധത്തിൽ, കഷ്ടാനുഭവങ്ങളുടെ ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വസ്തുതയാണ്, ഒരു അധ്യായമാണ് 22 സങ്കീർത്തനം. നമുക്ക് ഏവർക്കും അറിയാം. അങ്ങനെയെങ്കിൽ ഇതാ നമ്മെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായിരിക്കുന്ന ആ വലിയവനായിരിക്കുന്ന കർത്താവ് ഇവിടെ പറയുന്ന 22:12 അനേക കാളുകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു, ബുഭുക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവരുടെ നേരെ വായ് പിളർക്കും. നോക്കുക പ്രിയരെ, നമ്മെ മരണപാശത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി, നമുക്ക് ബന്ധനത്തിൽ നിന്ന് നമുക്ക് വിടുതൽ തരുവാൻ വേണ്ടി, നമ്മുടെ ബന്ധനത്തെ അഴിക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 22 സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 22 സങ്കീർത്തനത്തിൻ്റെ 12 ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതേ ആ വലിയൊരു ശത്രുക്കൾ തന്നെ ആക്രമിക്കാനായിട്ട് ചുറ്റി എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത്. മാത്രമല്ല, നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കുന്നു എന്ന് നാം വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ബന്ധിക്കപ്പെട്ട അവസ്ഥ ആ കാൽവരി ക്രൂശിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാം ബന്ധിക്കപ്പെട്ടവരായിരുന്നു. ആ ബന്ധനത്തെ അഴിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു, പിതാവായിരിക്കുന്ന ദൈവം തൻ്റെ ഓമന മകനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 33 വർഷക്കാലം ആവശ്യമായിരുന്നുവോ? ആവശ്യമായിരുന്നു. 30 വർഷത്തെ ജീവിതത്തിന് ശേഷം പിതാവാൻ ദൈവം സർട്ടിഫിക്കറ്റ് കൊടുത്തു, ഇവരെൻ്റെ പ്രിയപുത്രൻ. അതിനുശേഷം 3.5 വർഷക്കാലം പരസ്യമായിട്ട് ലോകരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് തെളിയിച്ചു കൊടുത്തു, ഇവരിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളത്. അങ്ങനെ ദൈവത്തിൻ്റെ പുത്രൻ അതേ മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, ആ മരണത്തിൻ്റെ ചങ്ങലയെ അറുക്കുവാൻ വേണ്ടി, സാത്താൻ്റെ തലയെ തകർക്കുവാൻ വേണ്ടി, അതേ മരണപാശങ്ങൾ ചുറ്റിയിരുന്നതായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം തരുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു നോക്കുക കാൽവറി ക്രൂശിൽ ഒരു ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുകയാണ്. റോമാക്കാർ, യഹൂദന്മാർ ആർക്കു വേണ്ടിയെല്ലാം താൻ നല്ലത് ചെയ്തു, അവരെല്ലാം ഇന്ന് ആക്രോശിച്ചുകൊണ്ട് തന്നെ ബന്ധിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയല്ലേ നാം കാണുവാൻ കഴിയുന്നത്. ആ കാൽവരിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചുറ്റിലും നിന്നുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് തന്നെ ബന്ധിച്ച്, ആ ക്രൂശിന്മേൽ ബന്ധിച്ചുകൊണ്ട് അവനെ നടത്തിക്കൊണ്ട് പോകുന്ന കാഴ്ചയല്ലേ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു കാര്യം ഓർക്കുക, 116 സങ്കീർത്തനത്തിൻ്റെ 116 വാക്യത്തിൽ നാം കാണുന്നത്, നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു ബന്ധനം നടന്നു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ബന്ധിക്കപ്പെട്ടു കാൽവരി ക്രൂശിൽ. നാം അതൊരിക്കലും മറന്നു പോകരുത്. അത് ഒരു ദൂതന്മാരെ അയച്ചല്ല നമുക്ക് ബന്ധനത്തിൽ സ്വാതന്ത്ര്യം തന്നത്. നമ്മെ ആ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ദൂതന്മാരല്ല. പിതാവായിരിക്കുന്ന ദൈവത്തിന് ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു. പിന്നെയോ പിതാവാൻ ദൈവം, നീതിമാനായിരിക്കും ദൈവം, നീതി പുലർത്തേണ്ടത് ആവശ്യമായതുകൊണ്ട് ദൈവം തന്നെ ആ ശിക്ഷ തൻ്റെ മേൽ ഏൽക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു പിതാവാൻ ദൈവം തൻ്റെ ഓമന മകനായിരിക്കും കർത്താവ് യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് മരണപാശങ്ങളാൽ ചുറ്റിയിരുന്ന നമ്മെ വിടുവിക്കാൻ വേണ്ടി അവൻ ആ മരണത്തോളം എത്തി. ആ ബന്ധനങ്ങൾ അഴിക്കുവാൻ വേണ്ടി ആ കാൽവരി ക്രൂശിൽ ഒരു ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നാം അവനെ കാണുന്നു. അതേ പാട്ടുകാരൻ പാടുന്ന പോലെ, അതേ കർത്താവ് സ്നേഹച്ചരടുകളാൽ എന്നെ യേശു ചേർത്ത് ബന്ധിച്ചു. ഇനി നമുക്ക് ദൈവത്തെ ആരാധ്യമായിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ നാം ഒരു വസ്തുത നാം മറന്നു പോകരുത്. അതേ, നാം ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. നാം മരണപാശത്താൽ നാം ചുറ്റിയിരുന്നു. എന്നാൽ മരണത്തിൽ നിന്നും വിടുതൽ തന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതേ ഒരു ചോദ്യം ചോദിക്കുകയാണ്, നീ ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ നമുക്ക് അത് വർണ്ണിപ്പാൻ സാധ്യമല്ല. അതിന് വാക്കുകളില്ല. ആ സ്നേഹത്തിന് അതിൻ്റെ ആഴം, നീളം, ഉയരം, വീതി എന്നിവ വർണ്ണിപ്പാൻ തക്കോണം ഒരിക്കലും സാധ്യമല്ല. ആ വലിയ സ്നേഹം, ആ സ്നേഹത്തിന് വേണ്ടി ഇവിടെ ചോദിക്കുന്നത്, രക്ഷയുടെ പാനപാത്രം എടുത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഈ രാവിലെ സമയത്ത് അവൻ ചെയ്തിട്ടുള്ളതായിരിക്കുന്ന എണ്ണമല്ലാത്തതായിരിക്കുന്ന ഉപകാരങ്ങൾ, അത് മാത്രമല്ല നമ്മുടെ മരണപാശത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തതായിരിക്കുന്ന ആ വലിയ വസ്തുത, നമ്മുടെ ബന്ധനത്തെ അറുത്ത് നമുക്ക് സ്വാതന്ത്ര്യം തന്നതായിരിക്കുന്ന ആ വലിയ വിഷയത്തെ ഓർത്ത് നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. അവൻ ചെയ്ത ഉപകാരങ്ങൾ നാം മറക്കാതെ ഓർത്തുകൊണ്ട് ഇന്ന് രാവിലെ സമയത്ത് നമുക്കവനെ സ്തുതിക്കുകയും നമുക്കവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.